ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നാലാമത്തെ പാർട്ട്. OLL എന്ന് പറയുന്ന നാലാമത്തെ പാർട്ടാണ് അടുത്തായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ആദ്യം ഒരു വൈറ്റ് ക്രോസ് ഉണ്ടാക്കിയായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ചെയ്യുന്നത് ടോപ്പ് ലെയർ നോക്കുക. യെല്ലോ സെന്ററായിട്ട് വരുന്ന ടോപ്പ് ലെയർ. ആ ടോപ്പ് ലെയറിൽ നമുക്കിവിടെ ഒരു യെല്ലോ ക്രോസ് ഉണ്ടാക്കണം. വൈറ്റ് ക്രോസ് ഉണ്ടാക്കിയ പോലെ തന്നെ ഇവിടെ ഒരു യെല്ലോ ക്രോസ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്ന പേര് OLL എന്നാണ്, ഓറിയന്റേഷൻ ഓഫ് ദ ലാസ്റ്റ് ലെവൽ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റുബിക്സ് ക്യൂബിന്റെ ഇനി വരുന്ന രണ്ട് മെത്തേഡുകളും വളരെ കുറച്ച് ബുദ്ധിമുട്ടുള്ള മെത്തേഡാണ്. അതായത് കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള അൽഗോരിതംസ് ഉപയോഗിക്കുന്ന മെത്തേഡാണ് OLL-ഉം അടുത്തതായിട്ട് വരുന്ന PLL. ഇപ്പോൾ OLL ചെയ്യാൻ തുടങ്ങണം. OLL ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ നോക്കാം, ഇത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഏകദേശം 57 അൽഗോരിതംസിന്റെ ആവശ്യമാണ്. പക്ഷേ ആ 57 അൽഗോരിതംസ് കാണാതെ പഠിച്ച് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ട്രിക്കൊക്കെ ഉപയോഗിച്ച്, അതായത് കുറച്ച് ട്രിക്കും അതിന്റെ പിന്നെ അത്യാവശ്യം വേണ്ട കുറച്ച് അൽഗോരിതംസ് ഉപയോഗിച്ച് നമുക്കിത് സോൾവ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ ഒരു ഇൻവേർട്ടഡ് എൽ ഷേപ്പ് കാണുന്നുണ്ടോ? ഇങ്ങനെ കണ്ടോ? ഇങ്ങനെ ഒരു ഇൻവേർട്ടഡ് എൽ ഷേപ്പ്. ഇത് നോക്കണ്ട, ഈ കളർ നോക്കാതെ ഇങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കിയാൽ, ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഇതിനെ ഈ ഒരു രീതിയിൽ ഇൻവേർട്ടഡ് എൽ വരുന്ന രീതിയിൽ ഇതിനെ ഫേസ് ആയിട്ട് പിടിക്കുക. ഫേസ് ആയിട്ട് പിടിച്ചിട്ട് നമ്മൾ അടുത്ത അൽഗോരിതം ചെയ്യാം. അൽഗോരിതം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പം ക്രോസ് കിട്ടും, അല്ലെങ്കിൽ മറ്റൊരു ലെവലിലേക്ക് പോകും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത അൽഗോരിതം യൂസ് ചെയ്യാണ്. ഫ്രണ്ട് റൈറ്റ് അപ്പ്, റൈറ്റ് ഇൻവേർട്ടഡ്, അപ്പ് ഇൻവേർട്ടഡ്, ഫ്രണ്ട് ഇൻവേർട്ടഡ്. ഇത്രയും ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ടോ? ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരുന്ന രീതിയിൽ ഇങ്ങനെ ഫേസ് ആയിട്ട് പിടിക്കുക. ഫേസ് ആയിട്ട് പിടിച്ചിട്ട് നമ്മൾ ഈ ഹൊറിസോണ്ടൽ ലൈൻ വരുന്നതിനെ ഫേസ് ആയിട്ട് പിടിക്കുക. ഒന്നുകിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ. ഇങ്ങനെ ഫേസ് ആയിട്ട് പിടിക്കുക. ഒരിക്കലും ഇങ്ങനെ ഒരു രീതിയിൽ ഫേസ് ആയിട്ട് പിടിക്കരുത് കേട്ടോ. ഒന്ന് ഈ ഒരു രീതിയിൽ പിടിക്കരുത്, ഈ ഒരു രീതിയിൽ ഫേസ് ആയിട്ട് പിടിക്കുക. ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഫേസ് ആയിട്ട് പിടിച്ചിട്ട് സെയിം അൽഗോരിതം തന്നെ, ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച സെയിം അൽഗോരിതം തന്നെ യൂസ് ചെയ്യുക. ഫ്രണ്ട് റൈറ്റ് അപ്പ്, റൈറ്റ് ഇൻവേർട്ടഡ്, അപ്പ് ഇൻവേർട്ടഡ്, ഫ്രണ്ട് ഇൻവേർട്ടഡ്. ഇത്രയും ചെയ്തപ്പോൾ ഒരു ക്രോസ് കാണാം. ഇവിടെ ഒരു ക്രോസ് കാണാം. ഇങ്ങനെ യെല്ലോ വരുന്ന രീതിയിൽ ഒരു ക്രോസ് കാണാം കണ്ടോ. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ഇപ്പൊ ഈ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടിയത്. ഈ ഒരു ഷേപ്പ് കിട്ടിയാൽ നോക്കുക, ഇവിടെ ഒരു യെല്ലോ ഉണ്ട്. അതായത് നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഷേപ്പിന്റെ ഇങ്ങനെ ഫേസ് ആയിട്ട് പിടിക്കുമ്പോൾ, അതായത് ഇത് കണ്ടോ, ഇത് മുഴക്കില്ലായി, ഇത് മുഴക്കില്ലായി, ഇവിടെ ഒരു യെല്ലോ ഉണ്ട്. ഇങ്ങനെ ഫേസ് ആയിട്ട് പിടിക്കുകയാണെങ്കിൽ, ഈ ഒരു ഷേപ്പിനെ നമ്മളെ ഫേസ് ആയിട്ട് പിടിക്കുകയാണെങ്കിൽ യെല്ലോ ചിലപ്പം ഈ ലെഫ്റ്റ് സൈഡ് വരും. ചിലപ്പം ഈ യെല്ലോ എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന യെല്ലോ ചിലപ്പോൾ ഇവിടെ വരാം. ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ യെല്ലോ ഇവിടെ ആയിട്ട് വരാം. ഒന്നുകിൽ ഇവിടെ വരും, അല്ലെങ്കിൽ കാണാം ഇതുപോലെ വരും. അപ്പം ഇവിടാണ് യെല്ലോ വരുന്നതെങ്കിൽ ഇതിനെ ഫേസ് ആയിട്ട് പിടിക്കുക. ഈ ഒരു ഷേപ്പിനെ ഇങ്ങനെ ഫേസ് ആയിട്ട് പിടിക്കുക. ഇവിടെ യെല്ലോ ഇപ്പം വന്ന സ്ഥിതിക്ക് ഇതിനെ ഫേസ് ആയിട്ട് പിടിക്കുക. ചിലപ്പോൾ നമുക്കൊരു ക്രോസ് ആയിരിക്കും കിട്ടുന്നത്, നേരിട്ടൊരു ക്രോസ് കിട്ടും. ആ ക്രോസ് കിട്ടുകയാണെങ്കിലും യെല്ലോ ഇങ്ങനെ വരുന്ന രീതിയിൽ ഫേസ് ആയിട്ട് പിടിക്കുക. ലെഫ്റ്റ് വരുന്ന രീതിയിൽ ഫേസ് ആയിട്ട് പിടിച്ചതിന് ശേഷം അടുത്ത അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യുകയാണ്. ഫേസ് ആയിട്ട് പിടിച്ചതിന് ശേഷം റൈറ്റ് അപ്പ്, റൈറ്റ് ഇൻവേർട്ടഡ്, അപ്പ്, റൈറ്റ് യു ടു, റൈറ്റ് ഇൻവേർട്ടഡ്. ഇത്രയും ചെയ്തപ്പോൾ ഈ ഒരു ഷേപ്പ് വരും കണ്ടോ. ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ക്രോസ് തന്നെ, ഈ ഒരു ക്രോസ് തന്നെ ഇവിടെ ഒരു യെല്ലോ വരും. ഇങ്ങനെ ഒരു രീതിയിൽ ഈ ഒരു ക്രോസ് ഇവിടെ ഒരു യെല്ലോ വരുന്നത്, ഈ ഒരു രീതിയിൽ ഫേസ് ആയിട്ട് പിടിക്കുക. ഫേസ് ആയിട്ട് പിടിച്ചിട്ട് സെയിം അൽഗോരിതം തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുകയാണ്. റൈറ്റ് അപ്പ്, റൈറ്റ് ഇൻവേർട്ടഡ്, അപ്പ്, റൈറ്റ് യു ടു, റൈറ്റ് ഇൻവേർട്ടഡ്. കണ്ടോ, ഇവിടെ അത് തന്നെ സെയിം ക്രോസ് തന്നെ, ഈ ഒരു ക്രോസും ഇവിടെ യെല്ലോ വരും. ഇങ്ങനെ രീതിയിൽ പിന്നെ വീണ്ടും ഫേസ് ആയിട്ട് പിടിക്കുക. സെയിം അൽഗോരിതം തന്നെ യൂസ് ചെയ്യുക. ആർ അപ്പ്, റൈറ്റ് ഇൻവേർട്ടഡ്, അപ്പ്, റൈറ്റ് യു ടു, റൈറ്റ് ഇൻവേർട്ടഡ്. ഇത്രയും ചെറുപ്പമുണ്ടോ. നമുക്ക് യെല്ലോ പോർഷൻ മുഴുവൻ നമുക്ക് സോൾവ് ചെയ്ത് കിട്ടി. നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് പോർഷനും പിന്നെ മിഡിൽ ലെയർ സോൾവ് ചെയ്ത് വെച്ചിരിക്കുന്നതിനൊന്നും നമുക്ക് യാതൊരുവിധ പ്രോബ്ലവും സംഭവിച്ചിട്ടില്ല. ഇതാണ് നമ്മൾ OLL മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് സോൾവ് ചെയ്ത് കിട്ടി.